ഈ ആഴ്ചയിൽ നമ്മൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം ആ, പ്രാരംഭ ചില വാക്യങ്ങൾ ആണ് നമ്മൾ ശ്രദ്ധിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു 11-ാമത്തെ വാക്യം വരെ നമ്മൾ പറഞ്ഞു. ഇന്ന് എന്നാൽ അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിന്ന് സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമേറിയ വാക്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ വാക്യങ്ങളും എടുത്ത് സംസാരിച്ചു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഏറെക്കുറെ എല്ലാ വാക്യങ്ങളിൽ നിന്നുള്ള ഒരു അന്തസ്സത്തിനെ നിങ്ങളുടെ മധ്യത്തിൽ പങ്കുവെക്കുവാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചു പഠിച്ചു വന്നപ്പോൾ എനിക്ക് വളരെ അതിശയവും അപ്പോൾ തന്നെ വളരെ അല്ലെങ്കിൽ അത് വളരെ ശ്രദ്ധേയമായത് ഒരു കാര്യം, പൗലോസ് പാപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പാപജീവിതത്തെക്കുറിച്ചും പറയാനായി ധാരാളം സമയം ഈ റോമാലേഖനത്തിൽ ചെലവഴിക്കുന്നുണ്ട്. Paul has spent a considerable time or considerable amount of time in the book of Romans just prioritizing that man is a sinner. മനുഷ്യൻ ഒരു പാപിയാണ് എന്നത് പറയാൻ നല്ല സമയം തൻ്റെ ലേഖനങ്ങളിലൂടെ എടുക്കുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. മനുഷ്യരെല്ലാവരും പാപികളാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം മനുഷ്യൻ പാപികളാകുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് ഇന്ന് ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാ ദൃശ്യമാധ്യമങ്ങളും എവിടെയെങ്കിലും കൊലയും കൊലപാതകവും പിടിച്ചുപറിയും മോഷണവും അതുപോലെ തന്നെ പീഡനവും യുദ്ധവും ഇങ്ങനെയൊന്നും വേണ്ട, ഈ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ലോകത്തിലുണ്ടാകില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പത്രമോ എടുത്ത് വായിച്ചാൽ അതിൽ ഒരിടത്ത് പോലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാപത്തിൻ്റെ പ്രവൃത്തി ഇല്ലാത്ത ഒരു ദിവസത്തെ വാർത്ത പോലും നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് മനുഷ്യനും മനുഷ്യലോകവും പാപത്തിലാണ് ആയിരിക്കുന്നത്. So, human being and man is under the nature of sin. അത് പൗലോസ് തൻ്റെ ലേഖനത്തിലും വളരെ വിസ്തരിച്ച് തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ഒന്നുകൂടി അതിനെ കൃത്യമായി പറയുന്നു. മനുഷ്യർ പ്രകൃതിദത്തയാലേ എന്താണ്? പാപികളാണ്. അതിനെ ദൈവശാസ്ത്രപരമായിട്ട് ഒറിജിനൽ സിൻ എന്ന് വിളിക്കും. അതായത് ദൈവം അല്ലെങ്കിൽ മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ പാപികളായിട്ട് ജനിക്കുന്നു. സോ എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് എൻ ഒറിജിനൽ സിൻ. പൗലോസ് തൻ്റെ ആ ഒറിജിനൽ സിൻ എന്നുള്ള ആ വിഷയം ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ വായിക്കപ്പെടുന്ന ഈ 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് കഴിയുന്നു, മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഈ ഒറിജിനൽ സിൻ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാറ്റ് മീൻസ് ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ പാപരഹിതനായി, പാപമില്ലാത്തവനായി ജനിച്ചു, ജീവിച്ചു, അല്ലെങ്കിൽ പാപമില്ലാത്തവനായി താൻ ഈ ഭൂമിയിലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഏകൻ്റെ പാപത്താൽ, ഏകൻ്റെ ലംഘനത്താൽ സർവ്വലോകവും സർവചരാചരങ്ങളും പാപത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക, മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഈ രാത്രികാലം നമ്മൾ അല്പമായിട്ട് ഈ ഭാഗം പരിശോധിച്ച് വരുമ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഏകൻ്റെ പാപം നിമിത്തമായി സകല മനുഷ്യരുടെ മേലും പാപത്തിൻ്റെ അനുഭവങ്ങൾ വന്നു. അതിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ ഒന്ന് തലക്കെട്ടിൽ പറഞ്ഞാൽ നന്നായിരിക്കും: ദ പാരഡൈസ് ലോസ്റ്റ് ആൻഡ് ഫൈനലി ദ പാരഡൈസ് ഈസ് റീഗെയിൻഡ്.
പർദീസ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അനുഭവവും ഈ പർദീസ തിരികെ പ്രാപിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ്റെ അടുത്ത അവസ്ഥയുമാണ് 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ഏകൻ്റെ പാപത്താൽ മരണം സംഭവിച്ചു, പർദീസയുടെ അനുഭവം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ വാക്യങ്ങളുടെ അവസാനത്തെങ്കിൽ 22, 20, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുവനാൽ തിരിച്ച് ഈ പർദീസ മനുഷ്യർക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ ആ ഇടവേളയിലുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഈ പ്രത്യേകിച്ച് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ശാന്തമായി രാത്രിയിൽ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് ദ പാരഡൈസ് ലോസ്റ്റ്, പർദീസ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥ. അതാ 12-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പർദീസ നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം പാപമാണ്. അത് 12-ാമത്തെ വാക്യം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സിൻ. ഈ പാപത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ നമുക്ക് ഈ രാത്രികാലം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പാപം എവിടെയെന്ന് വന്നു? ഈ മനുഷ്യനിൽ പാപം പ്രവേശിച്ചു, ഈ മനുഷ്യനിലേക്ക് പാപമുണ്ടായി. എന്നാൽ പാപം എവിടെ നിന്നാണ് ഉളവാക്കപ്പെട്ടത്? നമുക്കെല്ലാം വിശുദ്ധ വേദപുസ്തകം നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പാപത്തിൻ്റെ ഉറവിടം നമുക്കറിയാം. സ്വർഗസിംഹാസനങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സിംഹാസനങ്ങളിൽ ചുറ്റിനും ആർപ്പോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതായ ദൂതസംഘത്തിൻ്റെ അല്ലെങ്കിൽ ഗാനസംഘത്തിൻ്റെ പ്രധാനിയായിരുന്ന ലൂസിഫർ താൻ ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിൻ്റെ മുകളിൽ തൻ്റെ സിംഹാസനം, തൻ്റെ ഇരിപ്പിടം ഉണ്ടാക്കണമെന്ന് മാത്രം ചെയ്ത മാത്രയിൽ തന്നെ ഭൂമിയിലേക്ക് വെട്ടിയിടുകയും താൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ വീഴുകയും താൻ പിന്നീട് പാപത്തിൻ്റെ ഒരു ഉപജ്ഞാതാവായി, പാപത്തിൻ്റെ ഒരു പ്രൊപ്പറേറ്ററായി മാറുകയും ചെയ്തു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നു. സോ സിൻ ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദി ഹാർട്ട് ഓഫ് ലൂസിഫർ. ഞാൻ ഈ വിഷയം സെമിനാറുകളിലൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ എന്നോട് സംശയം ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സംശയം ഉളവാക്കുന്നൊരു ചോദ്യം, സർവജ്ഞാനിയായ ദൈവത്തിന് ഈ പാപം മനുഷ്യരിൽ കടക്കുമെന്നും ഈ പറയുന്ന അല്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യുമെന്നും ഈ ആദാം പാപം ചെയ്യുമെന്നൊക്കെയും അറിയത്തില്ലായിരുന്നോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറവല്ല, ദൈവത്തിന് സകലതും അറിയാം. അപ്പോൾ അടുത്തൊരു ചോദ്യം, കുരുക്കാനായിട്ടുള്ളൊരു ചോദ്യം ഇതാണ് വരുന്നത്, അങ്ങനെയെങ്കിൽ ദൈവം അനുവദിച്ചിട്ടൂടെ അല്ലേ പാപം മനുഷ്യരിലേക്ക് പ്രവേശിച്ചത്? ദൈവത്തിൻ്റെ ഒരു മൗന അനുവാദം പാപം ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യവും ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. സർവജ്ഞാനിയായ ദൈവത്തിനറിയാം മനുഷ്യരിൽ പാപം കിടക്കുമെന്നും ഈ പറഞ്ഞ സംഗതികളെല്ലാം ഭൂമിയിൽ നടക്കേണ്ടതാണ്. ലൂസിഫറിനെ വെട്ടിത്താഴിടുന്നതും ലൂസിഫർ പിന്നെ പാമ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഹൗവയുടെ അടുത്ത് വന്ന് ഹൗവയെ ചതിച്ച് ആദാമിനെയും ചതിച്ച് അവസാനം അവരെല്ലാം പാപികളായി തീരുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നോ? അതാണ് ദൈവശാസ്ത്രജ്ഞരിൽ ഒരുവനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നവീകരണ വീരനായിരിക്കുന്ന ജോൺ കാൽവിൻ്റെ ഒരു പഠിപ്പിക്കൽ, പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിർണയം. അതൊരു വളരെ സംവാദം നിറഞ്ഞ ഒരു വിഷയമാണ്. മുൻ നിർണയം. ദൈവത്തിന് മുന്നമേ എല്ലാം നിർണയിച്ചിരുന്നോ? ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും, ആരൊക്കെ രക്ഷിക്കപ്പെടും, ആരൊക്കെ രക്ഷിക്കപ്പെടാതിരിക്കും എന്നൊക്കെയുള്ള ദൈവത്തിന് മുന്നറിവ് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം മനുഷ്യർക്ക് നൽകിയ ഫ്രീ വിൽ, സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി വിരഹിക്കാനും സ്വതന്ത്രമായി ചെയ്യാനുമുള്ള ദൈവത്തിന് മനുഷ്യന്മേലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, അതിൽ ദൈവം എന്ത് ചെയ്തില്ല? കടന്നു കയറാനായിട്ട് ഇടയായി തീർന്നില്ല. ദൈവം അതിൽ ഇന്റർവീൻ ചെയ്തില്ല. അത് മറ്റൊന്നുമല്ല സൂചിപ്പിക്കുന്നത്, ദൈവത്തിന് മനുഷ്യനോടുള്ള പൂർണ്ണ സ്നേഹമാണ് വെളിവാക്കുന്നത്. ദൈവത്തിന് മനുഷ്യനോടുള്ള പൂർണ്ണ സ്നേഹവും
ആ മനുഷ്യനോടുള്ള പൂർണ്ണ താല്പര്യവുമാണ് അതിൽ വ്യക്തമാക്കുന്നത്. മനുഷ്യന് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ടുള്ള അവസരം നൽകി. എന്നാൽ ഹൃദയത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല ഇവൻ പാപം ചെയ്ത് പാപിയായി മാറണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചതല്ല. അതിന് സാധാരണ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഈ ചിലപ്പോൾ നമ്മുടെ ചില മക്കളൊക്കെ നമ്മളോട് പറയും, അല്ലെങ്കിൽ ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പറയും, പപ്പ എനിക്ക് ഒരു വണ്ടി മേടിച്ചു തരണം. നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും എനിക്കൊരു ബൈക്ക് മേടിച്ചു തരണം. ഇവിടെ പിന്നെ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളോട് ഇപ്പം ഇവിടെ ആണെങ്കിൽ പറയും ഒരു 4 വീലർ മേടിച്ചു തരണം. അപ്പം മാതാപിതാക്കൾ പറയും തീർച്ചയായിട്ടും മോനെ നിനക്ക് ഞാൻ 4 വീലറോ 2 വീലറോ മേടിച്ചു തരാം. മേടിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മകനോടുള്ള സ്നേഹനിമിത്തം. എന്നാൽ മേടിച്ചു കൊടുക്കുമ്പോഴും ഒരു വാണിംഗ് കൊടുക്കും, മോനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എന്ത് ചെയ്യണം, ഈ വണ്ടി ഓടിക്കണം. ഒരു 2 വീലർ കൊടുത്താൽ പറയും മോനെ ശ്രദ്ധിച്ച് ഓടിക്കണം, റാഷ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, സ്പീഡ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇത്യാദി നിയമങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ ഈ അപ്പന് തീർച്ചയായിട്ടും അറിയാം എൻ്റെ മകൻ റാഷ് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ വളരെ സ്പീഡ് ഡ്രൈവ് ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ അപകടമുണ്ടാകുമെന്ന് പിതാവിനറിയാം. ഈ പിതാവിന് ഇത് അറിയാമെങ്കിൽ പിന്നെന്തിനാ പിതാവ് ആ വാഹനം കൊടുക്കാൻ തയ്യാറായത്? ആ വാഹനം കൊടുക്കാൻ തയ്യാറാകരുത്. കാരണം അവൻ ഓടിച്ച് അവൻ എവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ അവൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവന് പരിക്കേൽക്കുകയോ അവന് വലിയ കാര്യമായ പ്രയാസം ഉണ്ടാകും എന്നത് മുൻകൂട്ടി കാണുന്ന പിതാവ് എന്തുകൊണ്ട് ഈ മകൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാതെ നിനക്ക് ഞാൻ വണ്ടി മേടിച്ചു തരത്തില്ലെന്ന് പറയാതെ അവൻ നിനക്കെന്നാ ഇഷ്ടമുള്ള വണ്ടി എടുത്തോ, നീ മേടിച്ചോ എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? മേടിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ മകനെ എനിക്ക് വിശ്വാസമുണ്ട്, അവൻ ഇതിനെ സുരക്ഷിതമായി ഓടിക്കുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മറ്റു ധാരണയുമുണ്ട്, എൻ്റെ മകൻ സുരക്ഷിതമായി ഓടിച്ചില്ല എങ്കിൽ അവൻ അപകടത്തിൽ പെടുമെന്നും എനിക്കറിയാം. ഇത് രണ്ടും അറിയാവുന്ന അപ്പൻ എന്ത് ചെയ്യും? സ്നേഹനിമിത്തമായി അവനോട് എന്ത് തിരഞ്ഞെടുക്കണം, നിനക്ക് വേണമെങ്കിൽ ഓടിക്കാം, വേണ്ട എങ്കിൽ ഓടിക്കണ്ട എന്ന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവം പാപമുണ്ടാകാനായി, പാപത്തിനെ ഉളവാക്കാനായി തൻ്റെ മൗന അനുവാദം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. താൻ ഒരിക്കലും പാപം ഉളവാക്കാനായിട്ട് പിന്നിൽ അത് പ്രവർത്തിച്ചില്ല. ദൈവം സർവജ്ഞാനിയാണ്, തനിക്കറിയാം മനുഷ്യൻ പാപത്തിൽ വീഴും. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ പോലും ദൈവം മനുഷ്യനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതാണ് ദൈവവും മനുഷ്യനുമുള്ള അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. God is giving a very rightful right for a human being, though he knows that it will come into a different end. But God is so loving, so caring and so loving that he want to exercise the free will that God has given on our life. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഫ്രീ വിൽ എക്സസൈസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മുടെ ബോസുമാർ ചെയ്യുന്നത് പോലെ എല്ലാ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചരട് ഇങ്ങനെ പിടിച്ചേക്കും പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് ഒരു ചരട് പിടിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിന് വേണേൽ നമ്മെ നിയന്ത്രിക്കാമായിരുന്നു. ദൈവത്തിന് നമ്മെ വേണമെങ്കിൽ പല കാര്യങ്ങളും നമ്മളെ ഡൈവേർട്ട് ചെയ്യാമായിരിക്കുന്നു. ദൂതന്മാർക്ക് അത് കഴിയുന്നില്ലല്ലോ. ദൂതന്മാർക്ക് ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി, അന്നേരം തന്നെ വെട്ടി താഴെ ഇടുകയാണ്. സോ ദൂതന്മാർക്ക് ഈ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടില്ല. ദൂതന്മാർ എന്ത് ചിന്തിക്കണമെന്നുള്ളത് ദൈവം നിർണയിച്ചിട്ടുണ്ട്, അതേ ചിന്തിക്കാൻ പാടുള്ളൂ. മറ്റെന്തെങ്കിലും ചിന്തിച്ചാൽ അവനെ അന്നേരമേ ആ സ്ഥാനത്തു നിന്ന് തള്ളിക്കളയണം. അതാണ് ദൂതന്മാരോടുള്ള ദൈവത്തിൻ്റെ ബന്ധം. എന്നാൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ബന്ധം എത്രയോ ശ്രേഷ്ഠമാണ് എന്നതിൻ്റെ ഒറ്റ സൂചനയാണ് ദൈവം മനുഷ്യർക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി. അപ്പോൾ ആ അനുവാദത്തിന്മേലാണ് പിശാച് ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ്റെ രൂപത്തിൽ ഹൗവയുടെ അടുക്കൽ വരികയും ഏക മനുഷ്യനാൽ എന്ത് ചെയ്തു, മാനവരാശിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവരുടെ മേലും പാപം ഉളവായി. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ആദാമിനെ കുറിച്ച് പറയുന്നു.
ആദാം ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ്, ഇറ്റ്സ് എ പ്രോട്ടോടൈപ്പ്, നോട്ട് എ സ്റ്റീരിയോ ടൈപ്പ്, പ്രോട്ടോടൈപ്പ് ആണ്. കാരണം വാസ്തവത്തിൽ ദൈവം അല്ലെങ്കിൽ പിശാച് ആരെയാണ് ചതിച്ചത്? വാസ്തവത്തിൽ ഹൗവയാണ് ഫിസിക്കലി അല്ലെങ്കിൽ ഡിറക്റ്റ്ലി വന്ന് ചതിച്ച് ആദ്യം പാപത്തിന് ഹേതുവായി തീർന്നത് ആരാണ്? ഹൗവയാണ്. എന്നാൽ ഇവിടെ ഹൗവയെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. സോ ആദാമിനാൽ മാനവരാശിക്ക് എല്ലാവരിലേക്കും പാപം പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫൈങ് എ പേഴ്സൺ, ബട്ട് ഇറ്റ് ഈസ് സിഗ്നിഫൈങ് എ പ്രോട്ടോടൈപ്പ്. മാനവരാശിയുടെ എല്ലാം പ്രതീകാത്മകമായി എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് ഓൺ ആഡം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വായിക്കുമ്പോൾ ഏകന്റെ പാപത്താൽ, ഒരുവന്റെ പാപത്താൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ എന്ത് ചെയ്തു? കടന്നു. ഇതിന്റെ നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ സിൻ, ദ റൂട്ട് ഓഫ് സിൻ. അടുത്തത് റിയാലിറ്റി ഓഫ് സിൻ. ഈ പാപത്തിന്റെ ഒരു വാസ്തവം, റിയാലിറ്റി എന്ന് പറയുന്നത് അതോടെ തന്നെ ചേർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും. So that is the reality of sin. That means all have sinned. എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്തു. അതെങ്ങനെയാകുന്നത്? ഒരുവനായ ഏകനായ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ ഒന്നുമില്ലാത്ത ഞാൻ എങ്ങനെയാണ് പാപിയായി മാറിയത്? പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദാം സകല മാനവരാശിയുടെയും പ്രതീകമാണ്. അവൻ്റെ പാപത്തിൻ്റെ കറകൾ സകല മനുഷ്യരിലേക്കും കടന്നു. അല്ലെങ്കിൽ ആദാം ഹൗവമാരിൽ ഉണ്ടായ പാപത്തിൻ്റെ വീഴ്ച സകല മനുഷ്യരിലും കടന്നു. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാനവരാശി എല്ലാവരും ഒരു ബസ് യാത്ര ചെയ്യുകയാണ്. ബസ്സിൻ്റെ ഡ്രൈവർ ആരായിരുന്നു? ആദാമായിരുന്നു. ആദാം കൊണ്ടുവന്നൊരു മലയെ കൂടെ ചാടിച്ച് കുഴി കൊണ്ടുവന്ന് ബസ് കിട്ടു. ആ ബസ്സിലിരുന്ന് എല്ലാവരും എന്ത് ചെയ്തു? പരിക്കേറ്റു. അവർക്കെല്ലാം പരിക്ക് പറ്റി. എന്നതുപോലെ തന്നെ പാപത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ആദാം ഹൗവമാരിൽ ഉണ്ടായത് സകല മനുഷ്യരിലും അതുണ്ടായി. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് സിൻ. ആദാം വാസ് ജസ്റ്റ് ഡ്രൈവിംഗ് ദ ബസ് ഓഫ് ഹ്യൂമാനിറ്റി. അതുകൊണ്ട് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവരെ ടൂത്ത് ബ്രഷ് എങ്ങനെ പല്ല് തേക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കണം, കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം, ഡ്രസ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം, ഷൂ ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം എന്ന് വേണ്ട, ലോകത്തിൽ സകല കാര്യങ്ങളും അവരെ പഠിപ്പിക്കണം. എന്നാൽ പാപം ചെയ്യാൻ അവരെ പഠിപ്പിക്കേണ്ട കാര്യം ഇല്ല. എന്തിനു വേണ്ട? നിസ്സാരമായ കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, കഴിക്കുന്നതോ പല്ല് തേക്കുന്നതോ മുടി ചെയ്യുന്നതോ നിസ്സാരം കാര്യങ്ങൾ വരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. എന്നാൽ ഒരു കുഞ്ഞിനോട് പോലും കള്ളം പറയാനോ കുസൃതി കാണിക്കാനോ വഴക്കുണ്ടാക്കാനോ ഇതൊന്നും എന്ത് ചെയ്യണ്ട, അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരത് തന്നെയാണ് പഠിക്കും. സോ അതാണ്, പ്രകൃതിയാലെ മനുഷ്യരെല്ലാം പാപികളാണ്. പ്രകൃതിയാലെ മനുഷ്യനെല്ലാം പാപത്തിന്റെ അവസ്ഥയിലാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ മനുഷ്യൻ ജനിക്കുന്നതെല്ലാം ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ കരകൾ പുരണ്ടുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാം ജനിക്കപ്പെട്ടത് പാപത്തിലാണ്. അപ്പോൾ നമ്മൾ പാപികളല്ല എന്ന് അവകാശപ്പെടാൻ കഴിയത്തില്ല. നമ്മളെല്ലാവരും പാപികളായിരുന്നു. We are all sinners. So that is the reality of sin. പാപത്തിന്റെ വലിയൊരു റിയാലിറ്റി. Everyone, ആരും എന്നത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും പാപികളാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്തത്, ദ റിസൾട്ട് ഓഫ് ദിസ് സിൻ. ഈ പാപത്തിന്റെ റിസൾട്ട് അവിടെ കാണുന്നത് മരണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡെത്ത്. 12ാമത്തെ വാക്യം തന്നെ വീണ്ടും, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. 14ാമത്തെ വാക്യം വരെയും ആ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കാക്കപ്പെടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപം ആദാമിന്റെ ലംഘനങ്ങൾ തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ പ്രൈസ് ദി ലോർഡ് വാണിരുന്നു. സോ എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? പാപത്തിന്റെ അനുഭവം. എന്താ റിസൾട്ട് ഓഫ് സിൻ?
ദാറ്റ് ഈസ് ഈക്വലൻ ടു ഡെത്ത്. അതാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എല്ലാ മനുഷ്യരും മരണത്തിലാക്കാം. അപ്പോൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ 3 മരണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫിസിക്കൽ ഡെത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാപത്തിൻ്റെ പരിണതഫലം കൊണ്ടാണ് മനുഷ്യരെല്ലാവരും മരിക്കുന്നത്. അപ്പം പാപത്തിൻ്റെ പരിണതഫലമായ മരണമുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അൺഎൻഡിങ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. കാരണം ഈ ഹോസ്പിറ്റലെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ മരിക്കുമെന്നുള്ളതിൻ്റെ കാരണത്തല്ല. മരിക്കുന്ന ഒരു ഫാക്ടർ ഇല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രി പോവോ? ഒരു അസുഖം വന്നു, നമ്മൾ എന്തിനാ ആശുപത്രി പോകുന്നത്? ഇൻ കേസ് അത് ക്യൂർ ആയില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു എ വെരി സിവിയർ സിറ്റുവേഷൻ ആൻഡ് സം ടൈം ഇറ്റ് വിൽ കോസ് ടു അവർ ഡെത്ത്. അതുകൊണ്ട് ഈ മരണം ഒരു വാസ്തവമാണ് എന്നതിൻ്റെ തക്ക സൂചനയാണ് നമ്മൾ മുന്നിൽ കാണുന്ന നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രീസ്. അല്ലെങ്കിൽ മരിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പനിയോ ചുമയോ എന്തെങ്കിലും വന്നാലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാം അസ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോകത്തില്ലല്ലോ. പ്രൈസ് അല്ലോ. അപ്പോൾ ഈ സംവിധാനം എല്ലാം വർക്ക് ചെയ്യുന്നത് ഒറ്റ റിയാലിറ്റിയാണ്. കാരണം മനുഷ്യൻ മരിക്കുമെന്നുള്ളതിൻ്റെ കാരണത്താലാണ്. ആളുകൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിനാണ്. ബിക്കോസ് മരണം എന്നുള്ളത് ഒരു വാസ്തവമായതുകൊണ്ടാണ്. പ്രൈസ് അല്ലോ. എന്നാൽ അത് മനുഷ്യർ ഈ മരണത്തെക്കുറിച്ച് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതായത് പാപം എന്നത് മരണത്തിലേക്ക് നയിക്കുമെന്നത് ഈ ഒരു ഫിസിക്കൽ ഡെത്തിനെ കുറിച്ച് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ അതിനെക്കുറിച്ച് അപ്പുറമായി മനസ്സിലാക്കേണ്ട 3 മരണങ്ങൾ സംഭവിക്കുന്നു ഒരുവൻ പാപം ചെയ്താൽ. ഒന്ന്, അവൻ ആത്മീയമായി മരിക്കുന്നു. എ പേഴ്സൺ വിൽ സ്പിരിച്വലി ഡൈ. ഒരു സ്പിരിച്വൽ ഡെത്ത് അവനുണ്ടാകുന്നു. മനുഷ്യൻ ആത്മീയമായി അവൻ മരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവാത്മാവിൻ്റെ സഹവർത്തത്വത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ അവൻ ആത്മീയമായി മരിച്ചുപോയി. ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുത്ത് നിന്ന്, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്ന് മാറുമ്പോൾ ദാറ്റ് പേഴ്സൺ എക്സ് ഓർ വൈ അവരെന്ത് സംഭവിക്കുന്നു? അവൻ ആത്മീയമായി മരണം അവനിൽ സംഭവിക്കുന്നു. അപ്പോൾ അവൻ ആത്മീയമായി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എ പേഴ്സൺ എൻ്റർ ഇൻ ടു എ സ്പിരിച്വൽ ഡെത്ത്. മറ്റൊന്നാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ഫിസിക്കൽ ഡെത്ത്. യെസ്, ഓഫ് കോഴ്സ്, എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ പരിണതഫലമായി ഈ ലോകത്തു നിന്ന് മരണപ്പെടുന്നു. സാധാരണ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പാപത്തിൻ്റെ അനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ ആദാമിനോടും ഹൗവയോടും ദൈവം പറഞ്ഞത് ഈ സന്താന പുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിലെല്ലാം പെരുകാനാണ് പറഞ്ഞത്, അല്ലേ? എന്നാൽ ആ പെരുകാനെല്ലാം പറഞ്ഞ് വാഗ്ദത്തം ചെയ്തതിന് ശേഷമാണ് മനുഷ്യൻ പാപം ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഈ എന്താ പറയുന്നത്, നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുന്ന ഈ ലൈഫ് സൈക്കിൾ, അല്ലേ? മനുഷ്യർ ഇങ്ങനെ ഒരു സൈക്കിളിൽ കൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മരിച്ചാലേ അടുത്ത ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജനിക്കുന്നവരാരും മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആയേനെ? നമ്മൾ ഈ ബുർജ് ഖലീഫ പോലെ ഒരു ലോകം മൊത്തം വലിയ കെട്ടിടങ്ങൾ വെച്ച് അതിനകത്തെല്ലാം കൂടെ എല്ലാവരും കൂടെ താമസിക്കേണ്ടി വന്നേനെ. കാരണം ആരും മരിക്കുന്നില്ല. ആരും മരിക്കാതെ ലോകത്തിൽ വരുന്നവരെല്ലാം ജനിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ഇങ്ങനെ പെരുകയാണ്. ആരും മരിക്കാതിരിക്കുകയാണ്. എന്നാൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ആ ഒരു സംവിധാനം ദൈവം ഏദനിൽ നിന്ന് മനുഷ്യരെ പുറത്താക്കിയപ്പോൾ ഹി ഈവൻ ചേഞ്ച് ദി എക്കോസിസ്റ്റം. ആ ഒരു പ്രകൃതിയുടെ എല്ലാ സംവിധാനത്തെയും മാറ്റി. I truly believe that, praise the Lord, ദൈവം ആദാമിനോട് പറഞ്ഞപ്പോൾ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞപ്പോൾ, he had a definite plan to incorporate all the descendants of Adam in this world. ഈ ലോകത്തിൽ ആദാമിൻ്റെ ശേഷം ജനിക്കുന്ന സകല മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഇക്കോസിസ്റ്റം ദൈവം ഒരുപക്ഷെ നിർമ്മിച്ചിട്ടുണ്ടാകാം. He would have planned that. എന്നാൽ ആദാമ്യ വർഗത്തിൻ്റെ പാപം നിമിത്തമായി the entire ecosystem also ruined. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വന്നതാണ് ആ വാക്യം. 25-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. നോക്കാമോ? അവണ്ണം തന്നെ ആത്മാവ് നമ്മൾ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഈ പ്രകൃതി പോലും എന്ത് ചെയ്തു? ഈറ്റ് നോവിനായി ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അത് 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോർഗോട്ട്, റെഫറൻസ് കിട്ടിയില്ല.
അപ്പോൾ സകല മനുഷ്യരും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ? ഈ പ്രകൃതി പോലും ഈസ് അണ്ടർ ദി ക്ലച്ച് ഓഫ് ദാറ്റ് സിൻ. ആ പ്രകൃതി പോലും പാപത്തിന്റെ പരിണിത ഫലമായി അതിന് രൂപാന്തരം വന്നു, അത് വ്യത്യാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഈ പറയുന്ന സൈക്കിളിലേക്ക് വന്നു, മരിക്കുന്നു, അടുത്ത ആൾ ജനിക്കുന്നു, മരിക്കുന്നു, അടുത്ത ആൾ, അത് സർവ്വ സൃഷ്ടികളിലും അത് കടന്നിരിക്കുന്നു. താങ്ക് യു സജ്ജങ്ങളെ. 8-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം വായിക്കുന്നു. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റു നോവിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. സകല സൃഷ്ടിയും, എല്ലാ സൃഷ്ടികളും എന്ത് ചെയ്യുന്നു? ദേ ഗ്രോൺ ഫോർ എ റിഡംഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല പാപത്തിന്റെ പരിണിത ഫലമായി ദൈവ ശിക്ഷാവിധിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നത്. ഈ പ്രകൃതി പോലും ആ ശിക്ഷാവിധിക്ക് പാത്രരായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആദാമിനോട് ദൈവം പറഞ്ഞു നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞപ്പോൾ ദറ്റ് എക്കോസിസ്റ്റം ആൻഡ് ദി എൻവയോൺമെന്റ് ക്രിയേറ്റഡ് ഫോർ ദം വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്നാൽ പാപം ചെയ്തതിന് ഫലമായി അതുവരെയും എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. So the earth is now just have a coin to adopt or adapt such a situation where we need a cycle, life cycle. ആ ലൈഫ് സൈക്കിൾ ഉണ്ടെങ്കിലേ ഈ ലോകത്തിൽ ഇനിയും ആളുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരണം എല്ലാവരിലേക്കും സംഭവിക്കുന്നു. സോ there is a physical death that is inevitable. അത് വന്നേ തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എത്ര ആശുപത്രികൾ കെട്ടിപ്പണിത് ഉയർത്തിയാലും മരിക്കാൻ ആർക്കും എന്ത് ചെയ്യാം? മരണത്തെ ആർക്കും തടയാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തെ ആർക്കും തടയാനായിട്ട് കഴിയുകയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വിശ്വവിഖ്യാതനായ ഒരു പോപ്പ് സിംഗറുണ്ട്, മൈക്കിൾ ജാക്സൺ. കേട്ടിട്ടുണ്ടാവും. മൈക്കിൾ ജാക്സൺ, അദ്ദേഹം തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡോൾ നിലത്ത് വീണാൽ ആ ഡോൾ പിന്നീട് താൻ ആ കുഞ്ഞിന് കൊടുക്കത്തില്ല. ബിക്കോസ് നിലത്ത് വീണ ഡോൾ കണ്ടാമിനേറ്റഡ് ആയി. it will be a contaminated object. So അത് എടുത്ത് കളയും. അത് വീണ്ടും കൊടുത്താൽ ദ കണ്ടാമിനേഷൻ വിൽ അഫക്റ്റ് തൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ തൻ്റെ ആൾക്കാർക്ക് അത് അഫക്റ്റ് ചെയ്യുമെന്നതുകൊണ്ട് ഹി വാസ് വെരി കോഷ്യസ് അബൌട്ട് ഇറ്റ്. എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ താൻ ഈ ലോകം വിട്ട് മരണപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീർന്നു. മരണത്തിന് ആരെയും തടയാനായിട്ട് കഴിയത്തില്ല. സോ ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് സിൻ, ഫിസിക്കൽ ഡെത്ത്. മൂന്നാമത്തതാണ് ദ എറ്റേണൽ ഡെത്ത്. എല്ലാ മനുഷ്യർക്കും ഒരു രണ്ടാം മരണമുണ്ട്. ലേക്ക് ഓഫ് ഫയർ, അഗ്നി അല്ലെങ്കിൽ അഗ്നിക്കടലിലേക്ക് വീഴുന്ന ലേക്ക് ഓഫ് സെക്കൻഡ് ഡെത്ത്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ എടുക്കപ്പെടാതെ അല്ലെങ്കിൽ നിത്യതയിൽ എടുക്കപ്പെടാത്തവർക്കൊരു മരണമുണ്ട്. ദാറ്റ് ഈസ് ദി എറ്റേണൽ ഡെത്ത് ഇൻ ദി ഹെൽ. അത് ഒരു വ്യത്യസ്തമായ മരണമാണ്. അത് മനുഷ്യൻ മരിക്കുന്നില്ല, എന്നാൽ ചാകാതെ ചാകുന്നു എന്ന് പറയുന്നത് പോലെ ചാകുന്നില്ല, എന്നാൽ ചത്തതുപോലെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്ന ദ വെരി ടോർമെന്റ് ഓഫ് എറ്റേണൽ ടോർമെന്റ്, സെക്കൻഡ് ഡെത്ത്, ദാറ്റ് ഈസ് ഇൻ ദ ലേക്ക് ഓഫ് ഫയർ. പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു പ്രസംഗമാണ്. അദ്ദേഹം നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിവരണം പറയാറുണ്ട്. നരകത്തിൽ 3 അറകളുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് ഇരുട്ടിൻ്റെ അറ, അഗ്നിയുടെ അറ, ഉപ്പിൻ്റെ അറ. ഉപ്പുകൊണ്ട് തീയിടുന്ന് പറയുന്ന പോലെ അഗ്നിയുടെ ഒരു അറയുണ്ട്. ഈ അന്ധകാരത്തിൻ്റെ അല്ല, പുഴുക്കളുള്ളൊരു അറയുണ്ട്. അന്ധകാരത്തിൻ്റെ ഒരു അറയുണ്ട്. തീ കൊണ്ട് ഉപ്പിടുന്ന ഒരു അറയുണ്ട്. അപ്പോൾ പുഴുവിൻ്റെ അറയെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയൊരു പാറ്റയെ കണ്ടാൽ ഭയങ്കര പേടിയാണ് അല്ലേ? എന്നാൽ നരകത്തിൽ അതിനകത്താണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്താണ് കിടക്കുന്നത്. പുഴുവിൻ്റെ മണ്ടയ്ക്കാണ് കിടക്കുന്നത്. പുഴു ഇങ്ങനെ ഞൊളച്ച് നമ്മുടെ മൂക്കിക്കൂടെ കയറി ചെവിക്കൂടെ ഇറങ്ങി വായിക്കൂടെ ഇറങ്ങി ആ ഭീകരമായ അവസ്ഥയൊന്നും ഓർത്ത് ആരും പേടിക്കണ്ട, ആരും നരകത്തിൽ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊന്ന് കെടാത്ത പുഴുവും അല്ലെങ്കിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ഒരു നരകം. കെടാത്ത തീ എന്ന് പറഞ്ഞാൽ എത്ര ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇട്ടാലും അത് കെട്ടുപോകത്തില്ല. അത് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ അറിയാം, ഒരു ചൂടുള്ള പാത്രത്തെ നിങ്ങൾക്ക് എത്ര നേരം പിടിക്കാൻ പറ്റും? ഒരു ചൂടുള്ള എണ്ണ അല്പം നിങ്ങളുടെ കയ്യിലെടുത്ത് എറിച്ചാൽ നിങ്ങൾ എത്രമാത്രം അതിന് നിങ്ങൾ ഭയക്കുന്നുണ്ട്.
കഞ്ഞി വാർക്കുമ്പോൾ ഇച്ചിരി വെള്ളം നിങ്ങളുടെ ദേഹത്തോട്ട് വീണാൽ നിങ്ങൾ എത്രമാത്രം അതിനെ ഭയക്കുന്നുണ്ട്. എന്നാൽ കെടാത്ത തീ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പൊള്ളി 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 കിടക്കുന്ന അവസ്ഥ. അന്ധകാരം, പ്രൈസ് ദി ലോർഡ്. കുറ്റാക്കൂരിരുട്ട്. മനുഷ്യൻ എത്ര നേരം ഇരുട്ടിനകത്ത് കിടക്കാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരമൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാം. എന്നാൽ ഒരു തുരുമ്പ് വെളിച്ചം പോലും ഇല്ലാത്ത ഇരുട്ടിനകത്ത് കിടക്കുമ്പോൾ ഉള്ള അവസ്ഥ. സോ ദാറ്റ് ഈസ് എ എറ്റേണൽ ടോർമെന്റ്. മനുഷ്യൻ പാപം ചെയ്താൽ അവിടെ പോകുമെന്നാണ് തിരുവചനം. സോ ദ റിസൾട്ട് ഓഫ് ദ സിൻ, ഇറ്റ് ലീഡ്സ് ടു എ സ്പിരിച്വൽ ഡെത്ത്. ദാറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് എ പേഴ്സൺ ഫ്രം ഗോഡ്, ആൻഡ് എ ഫിസിക്കൽ ഡെത്ത്, എ സെപ്പറേഷൻ from this world and into another world, other adobe. And thirdly, an eternal death, that means a final torment in the hell. ഇത് പാപത്തിൻ്റെ പരിണതഫലമാണ്. എന്നാൽ ഈ വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുന്ന മറ്റൊരു ഭാഗം, ദിസ് പാരഡൈസ് ഈസ് റീഗെയിൻഡ്. എന്നാൽ ഈ നഷ്ടപ്പെട്ടു പോയ പർദീസ വീണ്ടും തിരികെ പ്രാപിക്കാനിടെ. അതാണ് 14-ാമത്തെ വാക്യം നമ്മളോട് വായിക്കുന്നത്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികമായി എന്ത് ചെയ്തു? കവഞ്ഞിരിക്കുകയാണ്. സോ ദ റെമഡി ഓഫ് ഫോർ ദ സിൻ, ദാറ്റ് ഈസ് ഫ്രം ദ സെക്കൻഡ് ആഡം. ഇവിടെ ഒരു അനലോജി നമുക്ക് കാണാം. പൗലോസിന്റെ എഴുത്തുകളിലൊക്കെ അങ്ങനെയുണ്ട്, ഈ ഡ്യുവൽ അനലോജി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആദാം, രണ്ടാമത്തെ ആദാം. ഈ ഡുവൽ അനലോജി പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഭാര്യ, ഭർത്താവ്, ഒന്നാം മനുഷ്യൻ, രണ്ടാമത്തെ ഒടുക്കത്തെ ആദാം, ഒന്നാമത്തെ മനുഷ്യൻ, ഇരുട്ട്, പ്രകാശം, ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഡുവൽ അനലോജി. അതിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. താഴോട്ടുള്ള 15-ാമത്തെ വാക്യം മുതൽ അവിടെ എ കോൺട്രാസ്റ്റിംഗ് എലമെന്റ്സ് കാണിക്കുകയാണ്. ഒന്ന്, ദ ടു പീപ്പിൾ ആർ കോൺട്രാസ്റ്റഡ്. ഇവിടെ രണ്ട് ആളുകളെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഒന്ന് യേശുവും ആദാമും. നമ്മളതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരുമ്പോൾ അവിടെ നാം കൃത്യമായിട്ടത് വായിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഒരുവൻ തെറ്റ് ചെയ്തപ്പോൾ മറ്റൊരാള് എന്ത് ചെയ്തു? ആ തെറ്റിനെ പരിഹരിക്കുന്നു. ആദാമിനെ ഒരു പാപിയുടെ പ്രതീകമായി നിലനിർത്തി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എ പേഴ്സൺ ഓഫ് ഡിസൊബീഡിയൻറ്റ്, അനുസരണക്കേടിന്റെ വ്യക്തിയായി തീർന്നപ്പോൾ ദൈവം പറഞ്ഞു, ആദാമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം നീ എന്ത് ചെയ്യരുത്? തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ ഹൗവയും ആദാവും അത് പറിച്ച് തിന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. സോ ദർ ഈസ് എ ഡിസൊബീഡിയൻറ്റ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ടു ദി fall of humanity. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത് ആ വലിയ ഒരു അനുസരണക്കേടാണ്. ഞാനിപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഭാവനയെ കാണുകയാണ്, ഏദൻ തോട്ടത്തിൽ സംഭവിച്ച സംഭവം. അവിടെ വലിയ ഡ്രൊമാറ്റിക് മ്യൂസിക്കോ അല്ലെങ്കിൽ വിസിലടിയോ ഒന്നും ഉണ്ടായില്ല. മനുഷ്യൻ ആ പഴം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സ്പോർട്സിനൊക്കെ വിസിലടിക്കുന്ന ഒരു വിസിലടിയൊന്നും അവിടെ ഉണ്ടായില്ല. ദ വെരി മൊമെന്റ് അവൻ പാപത്തിൽ വീണു. ഗെയിം ഓവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ കളിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് അവിടെ തകർക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായില്ല. പഴം കഴിച്ചു, അന്നേരമേ അവിടെ പാപം, ഡിസബീഡിയൻ്റ് അവിടെ ഉണ്ടായി, അനുസരണക്കേട് അവിടെ ഉണ്ടായി. അനുസരണക്കേടുണ്ടായപ്പോൾ തന്നെ മനുഷ്യനെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഒരുവന്റെ അനുസരണക്കേടിനാൽ എന്ത് ചെയ്തു? പാപം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ the next analogy, the contrast of another person, that is Jesus Christ. Jesus Christ obeyed the word or the command of God. ഒരുവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, അവൻ ദൈവത്തിന്റെ നിർദ്ദേശത്തെ അനുസരിച്ചില്ല.
എന്നാൽ ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ ആദാം, രണ്ടാമത്തെ വ്യക്തിയായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു സ്വർഗത്തിന്റെ പിതാവിന്റെ വാക്കിനെ അനുസരിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ പാപ ലോകത്തിലേക്ക് അയച്ചപ്പോൾ യേശു വിളിച്ചു പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കണമേ എന്ന് അപേക്ഷിച്ചുവെങ്കിലും യേശു പറഞ്ഞു, അല്ല, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. ഐ ആം റെഡി ടു ഒബേ. സോ Adam is a symbol of the lost. He is the symbol of something lost. He lost everything. But Jesus is a symbol who regained everything. എവിടെ എന്താണോ ആദാം നഷ്ടപ്പെടുത്തിയത്, മാനവരാശി പർദീസയിൽ കടക്കാൻ കഴിയാതെ ആ പർദീസയുടെ പ്രവേശനം മാനവരാശിക്ക് വേണ്ടി നഷ്ടപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ ആ പർദീസയെ തിരിച്ചു പിടിക്കാനായിട്ടിടയായി തീർന്നു. It regained the paradise. So there we can see two people are contrasted. First is the first Adam and the second one is the second Adam, that is Jesus Christ himself. രണ്ടാമത്തെ ഒരു കോൺട്രാസ്റ്റ് കാണുന്നത്, there is a contrast between two programs. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, 5:15. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞുമിരിക്കുന്നു. The second thing is the program. ഒന്നാമത്തെ പ്രോഗ്രാം എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്, സകലരെയും മരണത്തിലേക്ക് വിടുന്ന പ്രോഗ്രാമായിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യം കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. The program of death was initiated by the disobedience of one person. Program of eternal death was introduced by the sin of one person. The program of, praise the Lord, a spiritual death was initiated by one person's sin. എന്നാൽ ഈ പ്രോഗ്രാമിനെ മറ്റൊരു പ്രോഗ്രാം കോൺട്രാസ്റ്റ് ചെയ്തു. അതെന്താന്ന് ചോദിച്ചാൽ, ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും, the gift of grace, അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. The second program which contrasted is against the death of this sin. പാപത്തിന്റെ പരിണതഫലമായ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അനേകരുടെ പാപത്തിന് പരിഹാരം, അനേകരെ രക്ഷിക്കാനായി, അനേകരെ രക്ഷയുടെ പദ്ധതിയിലേക്ക്, അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായി, ദാറ്റ് റിസൾട്ടഡ് ഇൻ ടു എ നെക്സ്റ്റ് പ്രോഗ്രാം ഓഫ് റിഡംഷൻ. The first program was the program of deduction, അല്ലെങ്കിൽ വീഴ്ചയുടെ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ, it was a program for rejection. If a person choose to reject the offer from the eternal God, അവനെ എന്നേക്കുമായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു the first program. എന്നാൽ the second program, എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുന്ന ഒന്നാമത്തെ സംഗതിയെ, the second program was the program of justification. ധാരാളം സമയം നാം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നീതീകരണമായിരുന്നു, ഹല്ലേലൂയ, രണ്ടാമത്തെ പ്രോഗ്രാം. ഒന്നാമത്തെ പ്രോഗ്രാം എ പ്രോഗ്രാം ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഡെത്ത്, പ്രൈസ് ദി ലോർഡ്, മരണത്തിൻ്റെയും ന്യായവിധിയുടെയും പ്രോഗ്രാമിനെ, മരണവും ന്യായവിധിയും ഒരുപോലെ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമിനെ, പ്രൈസ് ദി ലോർഡ്, ഏകന്റെ അനുസരണത്താൽ ദാറ്റ് ബിക്കം എ പ്രോഗ്രാം ഓഫ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൻ്റെ ഒരു അനുഭവമായി മാറി. അതിൻ്റെ 20-ാമത്തെ വാക്യം കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുക, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടിവിൽ ചേർന്ന് വന്നു എങ്കിൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, praise of the law came in so that the transgression would increase, but where sin increased, grace abounded all the more. A word, to abound in abundance, or to abound in all the more. എല്ലാത്തിനും മുകളിലായി ദൈവകൃപ വ്യാപരിച്ചു. നോക്കിക്കോണം, ഒരുവന്റെ ലംഘനത്താൽ ന്യായവിധിയും മരണവും ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ,
പ്രൈസ് ദി ലോർഡ്. മറ്റൊരുവന്റെ സമർപ്പണത്താൽ, യാഗത്താൽ കൃപ അധികമായി പെരുകി. പാപത്തിന്റെ അളവതിനൊത്തെന്നല്ല പറയുന്നത്, ബട്ട് ദർ വാസ് എൻ അബണ്ടൻസ് ഓഫ് ഗ്രേസ്. പ്രൈസ് ദി ലോർഡ്. നീതീകരണത്തിന്റെ വാതിൽ ധാരാളമായി തുറന്നു കിടക്കും. പ്രൈസ് ദി ലോർഡ്. there was a mountain of sin because of Adam, but there was a kind of abound. That means the sin of the mountain can be covered with the grace of God. ദൈവത്തിൻ്റെ കൃപയാൽ പാപത്തിൻ്റെ ആ വലിയ കൊടുമുടി, പ്രൈസ് ദി ലോർഡ്, അതിനെ മുഴുവൻ കവർ ചെയ്തെന്ന്. വി കനോട്ട് സീ ദി സിൻ ഓഫ് മൗണ്ടൻ, അല്ലെങ്കിൽ പാപത്തിൻ്റെ കൊടുമുടി കാണാതെ വണ്ണം ഇറ്റ് അബൗണ്ട് ഇൻ മോർ, അതിൻ്റെ മുകളിലൂടെ അങ്ങ് പൊതിഞ്ഞെടുത്തെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുവരെ പാപം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ പാപത്തിനെ മുഴുവൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ഇറ്റ് അബൗണ്ട് ഇൻടു, പ്രൈസ് ദി ലോർഡ്, in such a situation that hallelujah, അത് എല്ലാവരിലേക്കും, പ്രൈസ് ദി ലോർഡ്, it became such a moment that it amounted amounted over the sinful things. The programs are contrasted. Then finally two possibilities are contrasted. രണ്ട് സാധ്യതകൾ അവിടെ ഹല്ലേലൂയ അവിടെ അവസാനിച്ചു. There was a contrast between two possibilities. The first possibility ആണ് അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ദ ഫസ്റ്റ് പോസിബിലിറ്റി വാസ് ടു ദി റെയിൻ ഓഫ് ഡെത്ത്. പാപം മരണത്താൽ വാണതുപോലെ, the reign of sin and a subsequent result of sin, that is death. അതായിരുന്നു മാനവരാശിക്ക് കൊടുത്തിരുന്ന ഡീൽ. മാനവരാശിക്ക് കൽപ്പിച്ചാക്കിയിരുന്ന വ്യവസ്ഥ ഏതായിരുന്നു? എല്ലാവരും മരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ അക്ഷരാർത്ഥത്തിൽ മരിക്കുന്നുവെങ്കിലും നാം ഒരിക്കലും മരിക്കുന്നില്ല. ബിക്കോസ് ദി എറ്റേണൽ ഡെത്ത് ഹാസ് ബീൻ ക്യാൻസൽഡ്. Praise the Lord. The spiritual death has been cancelled. Praise the Lord. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജഡമയമായ ഈ ശരീരത്തിനൊരു ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകും, അത് സത്യമാണ്. എങ്കിലും the first possibility was for the eternal death and the spiritual death. That was been contrasted. That was been cancelled. That was been ignored by the second Adam. Praise the Lord. 21-ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം ഡീൽസ് വിത്ത് ദി ഫസ്റ്റ് പോസിബിലിറ്റി ദാറ്റ് ഇഫ് എ പേഴ്സൺ ചൂസസ് ടു റിജക്ട് ദ ഫ്രീ ഓഫർ ഓഫ് എറ്റേണൽ ലൈഫ് ആൻഡ് ഫോർഗീവ്നെസ് ത്രൂ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, then that person will be, എന്താ സംഭവിക്കുന്നത്? കണ്ടംഡ് ബൈ ഗോഡ്. അവൻ ദൈവത്തിൻ്റെ മുൻപാകെ അവനെ കണ്ടം ചെയ്യും. കാരണം ദാറ്റ് ഈസ് ദ റൂൾ, ദാറ്റ് ഈസ് ദ ലോ ഗിവൺ ബൈ ഗോഡ്. ദൈവത്താൽ നിയമിച്ച ന്യായപ്രമാണം അതാണ്. ടു റെഫ്യൂസ് ടു കം ടു ജീസസ് ഇസ് ചൂസ് ടു റിമെയിൻ ഇൻ ഡെത്ത്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ചൂസ് ടു ഗോ ടു ഹെൽ ഓൾസോ. എന്നാൽ രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് ദ റിയൽ സാൽവേഷൻ. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. Praise the Lord. The 21st verse and the last section of the 21st verse tells us that there is also a possibility of salvation. So there is a contrast between the two possibilities, either rejection and the eternal death, or else there is a possibility of eternal salvation. If a lost sinner was simply trust Jesus Christ by faith, നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ വിശ്വാസം കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ he will be saved and justified by the blood of the lamb. മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാനായിട്ട്. This will lead a person to heaven, not to the hell. രണ്ട് പോസിബിലിറ്റി കോൺട്രാസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്നെങ്കിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഏകന്റെ മരണത്താൽ നരകമാണ് ഉണ്ടായതെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ സ്വർഗം. For the first person's death or first person's entry resulted in the entry to hell, but the second person's entry to the humankind resulted into the entry of heaven. രണ്ട് പോസിബിലിറ്റിയാണ് ദൈവം
ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു രാത്രികാലം ഞാനൊരു കാര്യം പറയാം. ഈ റോമാലേഖനം 5-ാം അധ്യായം ഈ 12 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there is a real distinction about the lost paradise and the regained paradise. ഒരുവൻ്റെ മരണത്താൽ ഇത് നഷ്ടപ്പെട്ടുവെങ്കിൽ കൃപയാൽ ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് ആ കൃപയാൽ നമുക്കിത് വീണ്ടും പ്രാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, as I said in the early time, Paul has spent a considerable time to say that human beings are sinner. Man is a sinner. But today, as I conclude this message here, Paul is also very concrete in telling that, very concrete in conveying that even though man is sinner, there is a plan for man to redeem himself. That is through ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലമായി ഒരുവൻ്റെ ഉള്ളിൽ കടന്നു കയറിയ ഒറിജിനൽ സിൻ, ഞാൻ പറഞ്ഞല്ലോ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്ന സങ്കീർത്തന വാക്യത്താൽ എല്ലാ മനുഷ്യരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചവരായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ദ ഒറിജിനൽ സിൻ വാസ് ബീൻ ഡിലീറ്റഡ് ഫ്രം ഹ്യൂമൻ ലൈഫ്. ആ ഒറിജിനൽ സിന്നിനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. എന്നാൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ആദേശങ്ങൾ നിമിത്തമായി, ഈ ലോകത്തിൻ്റെ ചില ഇൻഫ്ലുവൻസ് നിമിത്തമായി പോയ പാപത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ചകഞ്ഞെടുത്ത് നമ്മൾ വീണ്ടും അണിയുന്നു, വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നു. എന്നാൽ the very good salvation as God has offered to us is the original sin which was been interrupted or which was penetrated in the life of human being through the Adam. ആദാമിനാൽ പ്രവേശിക്കപ്പെട്ട ആദാമിൻ്റെ പാപം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു ഭാഗ്യം നമുക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. The root of sin that's right away starts from the disobedience or the pride of Lucifer. But the same sin has been redeemed and washed away from our life through the blood of Jesus Christ. പൗലോസ് അത് തന്നെയാണ് റോമയിലുള്ള ദൈവസഭയോട് തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ രാത്രികാലവും ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കർത്താവ് നമ്മൾക്ക് ഇത്രത്തോളം കൃപ നൽകിയല്ലോ. Shall we all surrender ourselves to the considerable amount of exhortation that God has been giving us throughout these sessions? നമ്മളെല്ലാം മനുഷ്യർ പാപികളായിരുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പർദീസയെ ദൈവം നമുക്ക് തിരികെ നൽകാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യൻ്റെ പാപത്താൽ ഉളവായ, അല്ലെങ്കിൽ ആദാമ്യ വർഗത്തിൻ്റെ പാപത്താൽ ഉളവായ, അതിനോട് ചേർന്ന് മനുഷ്യരെല്ലാം പാപികളായി തീർന്നതിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്ക് കൃപയാൽ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ നിത്യരക്ഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് ഈ രാത്രികാലം തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രികാലം നമുക്ക് അനുഭവിച്ചറിയാനിടയാകട്ടെ. ഈ രാത്രികാലം ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ്